നമ്മൾക്ക് ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ നമ്മുടെ സുഹൃത്തിനേക്കാൾ വലിയൊരു ഗുരുസ്ഥാനിയായിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഫെഫ്കയുടെ നിലപാട് ഇന്ന് ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറി ശ്രീ പി ഉണ്ണികൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഫെഫ്ക ഉടനെ തന്നെ അദ്ദേഹം ഫെഫ്കയിലെ 2 യൂണിയനുകളിലെ മെമ്പറായിരുന്നു, ഡയറക്ടേഴ്സ് യൂണിയനിലെയും റൈറ്റേഴ്സ് യൂണിയനിലെയും. അപ്പോൾ ഫെഫ്ക ജനറൽ സെക്രട്ടറി ഈ 2 യൂണിയൻ്റെയും സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകി അവർ 2 യൂണിയൻ്റെ ആൾക്കാരും ഓൺലൈനിൽ മീറ്റിംഗ് കൂടി അദ്ദേഹത്തെ അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. അത് മാധ്യമങ്ങൾക്കൊക്കെ അതിൻ്റെ ഞങ്ങളുടെ പ്രസ് റിലീസ് കൊടുക്കുകയും ചെയ്തു. അവിടെ ഒരു സുഹൃത്തുകൂടിയാണല്ലോ, എന്താണ് ഈ കേസിനെ പറ്റി പറയാനുള്ളത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സുഹൃത്തിനേക്കാൾ ഉപരി ഒരു സംവിധായകൻ എന്നുള്ളതിൽ നമ്മുടെ ഗുരുസ്ഥാനിയാണ്. പിന്നെ കേസിൻ്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നു, കോടതിയുടെ പരിഗണനയിലാണ്. എന്തൊക്കെ സംഭവിച്ചാലും നമ്മളെന്നും വെറുതെ പറയുന്നതല്ല. വ്യക്തിപരമായി ഞാൻ എപ്പോഴും നമ്മൾ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒപ്പം തന്നെയാണ്. എന്തെങ്കിലും അവർ പറയുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ അവരൊരു പരാതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെയാണ്, അവർക്ക് നീതി ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ആശുപത്രിയിൽ കാണാനെത്തി. അതെ, അതും കൂടി ഒന്ന് പറയാനാണ് ഞാൻ. അതായത് രഞ്ജിത്തേട്ടൻ്റെ മകൻ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവൻ വളരെ വിഷമത്തിൽ വിളിച്ചു, അപ്പനിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെ പറ്റിയിട്ടൊക്കെ എനിക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ് ഈ മകൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒറ്റക്കാവണ്ട, ഞാൻ അങ്ങോട്ട് വരാം, ഹോസ്പിറ്റലിലേക്ക് വരാം. അത് തികച്ചും അതൊരു ഇതിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കപ്പെടും എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് ഞാൻ കരുതിയില്ല. കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെയുള്ള ഇടപെടലല്ല. ഞാൻ കുഞ്ചുവിനെ, അതായത് രഞ്ജിത്തേട്ടൻ്റെ മകനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ്. മറ്റൊന്ന്, ഈ ICC അംഗമായിരുന്ന സിയാദ് വക്കീൽ ഇന്നലെ അത് രാജിവെച്ചിട്ട് ഇന്ന് രഞ്ജിത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ICയിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും IC ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ICയുടെ മുമ്പിലല്ല ഈ കുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഈ കുട്ടി ഞാൻ മനസ്സിലാക്കിയത് കമ്മീഷണറുടെ മുമ്പിലാണ്. അപ്പോൾ കമ്മീഷണറുടെ സംവിധാനത്തിൽ, നോഡൽ ഓഫീസറുടെ സംവിധാനത്തിലൊക്കെ വനിതാ ഓഫീസേഴ്സും ഒക്കെയാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു വക്കീല് ഈ ICയിൽ ഉണ്ടാവണം എന്നാണ്. നമ്മളൊരു IC രൂപീകരിക്കുമ്പോൾ ഒരു വക്കീലിനെ വെക്കുമ്പോൾ ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുമെന്നും അതിലെ ആരോപണ വിധേയനായ ആള് ഈ വക്കീലിനെ തന്നെ വെക്കുമെന്നും കരുതിയിട്ടല്ലല്ലോ. അപ്പോൾ ആ വക്കീൽ ഇത് വാദിച്ചു എന്ന് ഓർത്തിട്ട് ഇതിനെ ഒരു രീതിയിലും ബാധിക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇത് ICയുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യമല്ല. പക്ഷേ ആ സിനിമയിലെ രൂപീകരിച്ച IC ഇത് അന്വേഷിക്കേണ്ടതാണെന്നും എനിക്ക് അഭിപ്രായമുണ്ട്. ഈ റിപ്പോർട്ട് വന്നതിന് ശേഷം തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരിടുന്ന ഏതിനു ശേഷം? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം? അല്ലല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് സിനിമാ മേഖലയിൽ മാത്രമല്ല, തൊഴിലിടങ്ങളിൽ ഒക്കെ അതിൻ്റെ ഒരു അലയടികൾ. കാരണം സിനിമാ മേഖലയിൽ ഒരു ഹേമ കമ്മിറ്റി വന്നപ്പോൾ പൊതു മാധ്യമങ്ങളിലൊക്കെ അത് ചർച്ച ചെയ്തത് കേരളത്തിൽ മൊത്തത്തിൽ സ്ത്രീകളുടെ തൊഴിലിടങ്ങളിൽ വരെ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടിയൊക്കെ ധൈര്യത്തിലാണ് സ്ത്രീകൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. എന്നാലും നമുക്കറിയാലോ, ഒരു പുതിയ ഇടപെടൽ, പുതിയ നിയമം വരുമ്പോൾ അത് പ്രാക്ടിക്കലി ഒരു സമൂഹം ഏറ്റെടുക്കാനായിട്ടുള്ളൊരു തടസ്സമുണ്ട്. അത് നടപ്പാക്കുന്നതിലുള്ളൊരു ബുദ്ധിമുട്ടുകളും കാലതാമസവും വരുന്നുണ്ട്. പക്ഷെ അത് വലിയ രീതിയിലുള്ള മാറ്റവും വലിയ രീതിയിലുള്ള സുരക്ഷിതത്വം സ്ത്രീകൾക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രഞ്ജിത്ത് താങ്കളുടെ സുഹൃത്താന്ന് പറഞ്ഞത്, അപ്പോൾ ഈ രഞ്ജിത്തിനെതിരെ ഇപ്പോൾ ആദ്യമായിട്ടുള്ള ഒരു ആരോപണമല്ല, ഇപ്പോൾ മൂന്നാമത്തെ ഒരു ആരോപണമാണ്. അത് 2 കേസിലും നിയമപരമായിട്ടൊക്കെ പരീക്ഷ ലഭിച്ചെങ്കിലും അങ്ങനെ സ്ഥിരമായിട്ടൊരു ആരോപണം ഉണ്ടാകുന്ന കാരണം താങ്കൾക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരാളെന്ന ലെവലിൽ ചോദിച്ചതാണ്. അങ്ങനെ എന്തെങ്കിലും അല്ല, വളരെ എന്താ പറയുക, ഞാൻ വ്യക്തിപരമായി വെറുതെ അങ്ങനെ ഒരു ആരോപണം ഉണ്ടാവില്ല എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇപ്പോൾ നമ്മൾക്കൊക്കെ അടുപ്പം, ഞാൻ ആദ്യമേ പറഞ്ഞു, സൗഹൃദത്തെക്കാൾ എൻ്റെ ഒരു ഗുരുസ്ഥാനിയായിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മൾക്ക് ഒരാളുടെ അകത്ത് കയറി നോക്കാൻ പറ്റില്ല. പിന്നെ ഒരു ക്യാരവൻ്റെ അകത്തോ ഒരു ഹോട്ടൽ റൂമിൻ്റെ അകത്തോ എന്താണ് സംഭവിച്ചതെന്നൊന്നും നമുക്കത് അന്വേഷണമൊക്കെ വന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരാളെ അപ്പം തന്നെ
പടിയടച്ച് പിണ്ടം വെക്കാനോ അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി അയാൾ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കരുതി ബ്ലൈൻഡായിട്ട് അയാളെ സഹായിക്കാൻ ഇറങ്ങാനോ ഒന്നും പാടില്ലല്ലോ. ഇവിടെ ഒരു നിയമമുണ്ട്, ആ നിയമം നടപ്പാവണം. അതിനോടൊപ്പം നമ്മൾ നിൽക്കണം. അതിൽ ഒരു സ്ത്രീയാണ് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളതെങ്കിൽ ആ പെൺകുട്ടിക്ക് വേണ്ട സംരക്ഷണവും സഹായവും ചെയ്തു കൊടുക്കണം. ശരിക്കും രഞ്ജിത്തിന് അവസരമാക്കി കൊടുക്കുകയല്ലേ ചെയ്തത്? കാരണം മുന്നത്തെ കേസുകളിൽ അദ്ദേഹത്തിനെതിരെ കൃത്യമായിട്ട് നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നല്ലോ. ശരിക്കും അവസരം സൃഷ്ടിച്ചത് ഈ സിനിമാ മേഖല തന്നെയല്ലേ? അല്ലല്ല, അത് സിനിമാ മേഖലയായിട്ടൊരു ബന്ധമില്ല. അത് കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തതും കോടതിയുടെ വിധിപ്രകാരമാണ് അദ്ദേഹം അതിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ കുടുംബ സുഹൃത്തായ സിയാദ് വക്കീലിനെ ICC മെമ്പർ എക്സ്റ്റേണൽ മെമ്പറായിട്ട് വെച്ചതുകൊണ്ടായിരിക്കും ആ പെൺകുട്ടി പരാതി പറയാൻ മടിച്ചിട്ടുണ്ടാവുക. അല്ല, അതൊക്കെ നമുക്ക് കുടുംബ സുഹൃത്തല്ലേ? അല്ല, അതൊക്കെ നമുക്കിനി അന്വേഷണത്തിൽ അറിയേണ്ട കാര്യങ്ങളല്ലേ. ഓക്കെ.